ഗ്രാഫിക് ഡിസൈൻ ഇനി കോഴ്സ് എടുക്കാൻ പോകുന്ന സ്റ്റുഡൻസിനോട് എന്താണ് ഒരു അഭിപ്രായം പറയാനുള്ളത്? ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് എടുക്കാൻ വിചാരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഓപ്ഷനാണ് സ്കിൽസ് ഹബ്ബ്. നല്ല മെൻറ്റേഴ്സാണ്, നല്ല സപ്പോർട്ടീവാണ്, എല്ലാത്തിനും നല്ല സപ്പോർട്ടീവാണ്. അപ്പോൾ ഏറ്റവും നല്ല ചൂസ് തന്നെയായിരിക്കും സ്കിൽസ് ഹബ്ബ്. എന്തായിരുന്നു സഫയുടെ മെയിൻ സ്ട്രീം? ഡിഗ്രി BA എക്കണോമിക്സ് ആയിരുന്നു. ഓക്കെ. പക്ഷേ എനിക്ക് അതിനോടൊരു താല്പര്യമില്ലായിരുന്നു. ഞാൻ ഡിഗ്രി ചെയ്യുന്ന ടൈമിൽ തന്നെ ഞാൻ ക്രാഫ്റ്റിങ്, ഡിസൈനിങ് ഒക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും എന്താ പറയുക മേഖലയിലേക്ക് പോകാൻ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ഡിഗ്രി കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ചുള്ള കോഴ്സ് ചെയ്യാൻ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ ഒരു 2-3 ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ കോട്ടക്കലിലൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയത് സ്കിൽസാണ്. അങ്ങനെ അവിടെ വന്നാണ് ജോയിൻ ചെയ്തത്. ഓക്കെ. ഗ്രാഫിക് ഡിസൈനിൻ്റെ എന്തെങ്കിലും ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു ഏരിയ അറിയായിരുന്നോ? ക്യാൻവ അതൊക്കെ ക്യാൻവയിൽ ഞാൻ പോസ്റ്റേഴ്സൊക്കെ ചെയ്യലുണ്ടായിരുന്നു. പിന്നെ ഞാൻ സേവ് ദ ഡേറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യലുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ടായിരുന്നു. ഞാൻ വർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിക്കാണ്ട് എനിക്ക് ഇതിനോട് നല്ല ഇൻട്രസ്റ്റ് തോന്നിയത്. പിന്നെ ചെറുതായിട്ട് വീഡിയോ എഡിറ്റിങ്ങും ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഡിസൈനിങ് മേഖലയിലേക്ക് വരാൻ വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഈ കോഴ്സ് എടുത്തു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം സ്കിൽസ് പ്രിഫർ ചെയ്യാനുള്ള കാരണം? സ്കിൽസ് ഇവിടെ എൻ്റെ ഫ്രണ്ട്സുകൾ ഇതിന് മുമ്പ് പഠിച്ചിറങ്ങിയിരിക്കണം. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. പക്ഷേ ഒരു പറഞ്ഞ് നല്ല മെൻറ്റേഴ്സാണ്, നല്ല ആൾക്കാരാണ്, നമുക്ക് മനസ്സിലാവുണ്ട്, നമുക്ക് എന്തുണ്ടെന്നുണ്ടെങ്കിലും ചോദിക്കാൻ പറ്റും, അങ്ങോട്ട് കണ്ടൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ അങ്ങനെ ഇവിടേക്ക് വന്നപ്പോൾ ഓക്കെ, മെൻറ്റേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ്. നമുക്കിനി എന്ത് ഡൗട്ടുണ്ട്, എന്ത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലൊക്കെ അപ്പം മെസ്സേജ് അപ്പം തന്നെ നമുക്ക് റിപ്ലൈ ഒക്കെ തന്ന് എന്ത് ഡൗട്ടും അപ്പം തന്നെ ഒക്കെ ക്ലിയർ ആക്കി തരുന്നുണ്ട്. നല്ല സപ്പോർട്ടീവ് ആയിരുന്നു നിയാസൊക്കെ. ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ അതാണല്ലോ നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യാം. സോ സഫയ്ക്ക് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ എന്താണ്? അതിൽ രണ്ടിലും അതെ, എനിക്കൊന്നും കൂടെ താല്പര്യമുള്ളത് മറ്റേ ഇല്ലുസ്ട്രേറ്റർ. എന്തുകൊണ്ടാവാം? അതിൽ കുറച്ചും കൂടെ വരക്കാനും സംഭവങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഒന്നും കൂടെ ഡിസൈൻ ചെയ്യാനൊക്കെ എനിക്ക് അതിലാണ് ഒന്നും കൂടെ നല്ലതായി തോന്നി. ഫോട്ടോഷോപ്പ് നല്ലത് തന്നെയാണ്, പക്ഷേ എനിക്കൊന്നും കൂടെ കമ്പാരിറ്റീവ്ലി ഇല്ലുസ്ട്രേറ്ററാണ്. ഓക്കെ. ഈ ഗ്രാഫിക് ഡിസൈൻ കോഴ്സ് എടുത്തപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? വീട്ടുകാർക്ക് ഇത് എന്താ സംഭവം എന്നുള്ളത് അറിയില്ലായിരുന്നു. ഇത് സംഭവമല്ല, ഇത് കഴിഞ്ഞാൽ എന്ത് ജോബാണ്. ഞാൻ എത്ര പറഞ്ഞിട്ടും ലോഗോ ഡിസൈൻ ചെയ്യുക, നമ്മൾ ബ്രാൻഡിങ് ഉണ്ടാക്കുകയാണ്, പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യുക, അതൊക്കെ ഒരു പണിയാണോ അങ്ങനെയുള്ളൊരിതുണ്ടായിരുന്നേ. പക്ഷേ ഞാൻ അതിന് മുമ്പ് ഞാൻ ക്രാഫ്റ്റിങ്ങും ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇത്രയും പഠിക്കാതെ ഞാൻ ഇങ്ങനെ ചെയ്യണില്ല. അപ്പോൾ ഇതിൻ്റെ വേറൊരു അഡ്വാൻസ്ഡ് ലെവലാണ് അത്. ഞാൻ കുറേ പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഞാൻ പഠിച്ച് ഇതിലേക്ക് വന്നുകൊണ്ട് പഠിച്ചിക്കാണ്ട് ഇപ്പോൾ വീട്ടുകാരൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ളത് വീട്ടുകാർക്ക് പറയാം. സപ്പോർട്ടാണ്. സ്കിൽസിൽ നമ്മൾ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഐ മീൻ ബ്രാൻഡിങ്, ലോഗോ, ഫ്ലയേഴ്സ്, പല ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ചെയ്ത ഒരു വർക്കിൽ ഏറ്റവും കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയ വർക്ക് ഏതായിരിക്കും? എനിക്ക് ബ്രാൻഡിങ് ആണ്. ഞാനിപ്പോൾ ലാസ്റ്റ് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു ബ്രാൻഡിങ് ചെയ്തത്. അതെനിക്ക് ഇപ്പോൾ എനിക്കൊരു ക്ലയൻറ്റ് വർക്ക് തന്നാൽ എനിക്കത് കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഈ ബ്രാൻഡിങ് ചെയ്തതോടുകൂടി എനിക്ക് വന്ന്. ബ്രാൻഡിങ് ആകുമ്പോൾ അതിൽ എല്ലാം വരുന്നില്ലേ, ലോഗോ മുതൽച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റ് എല്ലാ സംഭവങ്ങളും അതിൽ വരുന്നുണ്ടല്ലോ. സ്കിൽസിലെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? സ്കിൽസിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ പോസ്റ്റേഴ്സ് ആയാലും ഡിസൈൻസ് ആയാലും ലോഗോസ് ആയാലും എല്ലതും ചെയ്യാൻ ഇപ്പോൾ ഒരു ക്ലയൻറ്റ് നമുക്ക് വർക്ക് തന്നാൽ നമുക്ക് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഇവിടെ വന്നതോട് കൂടി എനിക്ക് വന്നേ. മോർണിംഗ് ബാച്ച് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? മോർണിംഗ് ബാച്ച് സെലക്ട് ചെയ്യാൻ എനിക്ക് ചെറിയൊരു കുട്ടിയുണ്ട്, 1 വയസ്സായ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ ബാച്ച്, ആഫ്റ്റർനൂൺ ബാച്ച് ഇതാവുമ്പോൾ കുറേ ടൈം അങ്ങനെ ആവും. മറ്റേതാവുമ്പോൾ 2 മണിക്കൂറല്ലേ ഉള്ളൂ ക്ലാസ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പോയി വരാമെന്നുള്ള ഒരു ഇതുകൊണ്ടാണ്, പിന്നെ എനിക്ക് കോഴ്സ് ചെയ്യും വേണം എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ മോർണിംഗ് ബാച്ച് സെലക്ട് ചെയ്തത്. പിന്നെ ഈ മോർണിംഗ് ബാച്ച് ആകുമ്പോൾ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കായാലും ഇപ്പം എന്തെങ്കിലും മോർണിംഗ് ബാച്ച് 10 മണിയാകുമ്പോഴത്തേന് കഴിയും. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിന് പോകുന്ന ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ ഇടയിൽ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ
മോർണിംഗ് ബാച്ച് സെലക്ട് ചെയ്യുക. അത് നല്ലൊരു ഓപ്ഷനാണ്. മോർണിംഗ് ബാച്ച് വെച്ചിട്ട് അതിൽ നമുക്ക് കുറച്ച് പറഞ്ഞുതരാം, അങ്ങനെയൊന്നുമില്ല. നമുക്ക് അതും നല്ല ഡീറ്റെയിൽ ആയിക്കാണ്ട് എല്ലാ കാര്യങ്ങളും മോർണിംഗ് ബാച്ച് വെച്ചിട്ടുള്ള ഒരു കുറവും നമുക്ക് വരുത്തണില്ല. എല്ലാതും നമുക്ക് അങ്ങനെ ഒരു ഫീലേ വരുന്നില്ല. ഒക്കെ നമുക്ക് എല്ലാം കവർ ചെയ്തുകൊണ്ട് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് നല്ല രീതിയിൽ.